ഇതാണ് എൻ്റെ അപ്പൻ്റെ ആർട്ട് ഗാലറി. എൻ്റെ മകല്ല, ഇരിക്കാം. ഇതാണ് എൻ്റെ അപ്പ ഇരിക്കുന്ന ഓഫീസ്. ഇവിടെ നമുക്ക് മാറ്റുകയാണെങ്കിൽ ഇവിടെ അവരുടെ ഓഫീസിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതൊരു ഓഫീസിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ട് ഇതാണ് അവരുടെ ആർട്ട് ഗാലറിയിലത്തെ പിക്ചേഴ്സൊക്കെ. എന്താ ഒരു പുലിയുടെയൊക്കെ പിക്ചർ, മാനസ, ഇതൊക്കെ അവരുടെ എല്ലാ പിക്ചേഴ്സും ഇവിടെ ഉണ്ട്. എന്താ ഇവിടെ കാഷ്യറായിട്ട് ഇയാളെ നെയിം ഇപ്പോൾ കാഷ്യർ അപ്പം തന്നെയാണ്. അപ്പോൾ കാഷ്യർ എന്ന് പറയുമ്പോൾ എൻക്വയറീസൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുക. എൻക്വയറീസൊക്കെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എന്താണ് ഈ സ്ഥാപനം, എങ്ങനെയാണ് ഈ സ്ഥാപനം, അതിനെക്കുറിച്ചിട്ടുള്ള എൻക്വയറീസൊക്കെ ഇവിടെ നിന്നാണ്. ഇതൊക്കെ അവരെ പഠിപ്പിക്കാൻ ടെക്സ്റ്റ് ബുക്സാണ്. ടെക്സ്റ്റ് ബുക്സും റെഫറൻസ് ബുക്സൊക്കെ ഉണ്ട്. ഹൗ ടു പെയിൻറ്റ് ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെയും വാട്ടർ കളറിൻ്റെങ്ങനെയൊക്കെ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. പിന്നെ രണ്ട് ക്ലാസ് ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്. അവിടുത്തെ ക്ലാസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ക്ലാസ് റൂം. ഇവിടെയാണ് പിള്ളേരെ പഠിപ്പിക്കുക. ഇവിടെ ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുക, പിന്നെ ഓൺലൈൻ ബാച്ച് ഉണ്ട്. ഇതാണ് ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കണ ഇവിടെ ഓഫ്ലൈനായിട്ട് പിള്ളേരെ പഠിപ്പിക്കണ റൂമാണ്. അവിടെ കമ്പൈൻ സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ട്, പിന്നെ പ്രായമായവരും അതിനൊക്കെ പഠിപ്പിക്കണ റൂമാണ് ഈ റൂം. വേറൊരു ക്ലാസ് റൂമുണ്ട്. ആ ക്ലാസ് റൂം ശരിയാക്കാൻ വേണ്ടിയിട്ട്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടെമ്പറലി അടച്ചിട്ട് കൊടുത്തപ്പോൾ ഒരു ക്ലാസ് റൂം വർക്കിംഗ് ഉള്ളൂ. അപ്പോൾ ടോട്ടലി 60 സ്റ്റുഡൻസാണ് ഇപ്പോൾ. കിഡ്സും 60 സ്റ്റുഡൻസാണ് കൂടിയിട്ട് ഇപ്പോൾ കിഡ്സായിട്ട് ഉണ്ട്, വിത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. പിന്നെ ടോട്ടൽ 120 സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ. 120 സ്റ്റുഡൻസാണ് ഇപ്പോൾ ഉള്ളത്. അതിനെക്കാട്ടും കൂടുതലുണ്ട് തോന്നുന്നു ടോട്ടൽ. പിന്നെ കിഡ്സും പിന്നെ അഡൽട്ട്സൊക്കെ ആയിട്ടുണ്ട്. അഡൽട്ട്സിനെയും പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു കറക്ഷൻ എന്തെന്ന് വെച്ചാൽ 200 അഡ്മിഷൻസ് ഉണ്ട് എന്നാണ്. 60 സ്റ്റുഡൻസാണ് പഠിക്കണത്. 200 അഡ്മിഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇത്രയും വരെ, കുറേ ആൾക്കാർ പിടിച്ചിരിക്കും, കുറേ ആൾക്കാർ പറ്റാത്ത ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ്. അല്ല, ഇത് താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന കലയാണ് ചിത്രം വര. ഇനി ഇതിൻ്റെ ഔട്ടർ വശം കാണാം. ഇതാണ് ഔട്ടർ വശം. ചെറിയൊരു ഗാർഡൻ സെറ്റപ്പാണ് ഇവിടെ ചെറിയ ഗാർഡൻ സെറ്റപ്പായ കാരണം കൊണ്ട് ഇവിടെ മരം, തേക്ക് മരം, പിന്നെ ഒരു ബഫലോ ഗ്രാസ് കൊണ്ടൊക്കെ ചെറിയൊരു ഭംഗിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരു പാറ പോലത്തെ സെറ്റപ്പൊക്കെയാണ്. പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം ഉണ്ട്. നിറയ്ക്കുന്നതല്ല, അത് വെള്ളം വരുന്നതാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം വരുന്നതാണ്. പിന്നെ ഇത് കൂടെ ഒരു വഴിയുണ്ട്. പിന്നെ ഇതാണ് കടയുടെ ഓവറോൾ വ്യൂ. ഇതാണ് ഫുൾ ആ കടയുടെ ഓവറോൾ വ്യൂ. ഇതാണ് ഇത് ഇവിടെ നിന്ന് നമുക്ക് ഇത് വർക്ക്ഷോപ്പായിരുന്നേ. ഇത് ഫ്രെയിംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പായിരുന്നേ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഫ്രെയിംസ് ഉണ്ടാക്കലെന്ന് വെച്ചാൽ നല്ല റിസ്ക് ജോലിയാണ്. അതായത് ഫ്രെയിംസ് കടയുക, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഫ്രെയിംസ് അപ്പോൾ അതിനുള്ള ആരോഗ്യമില്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ അത് അടച്ചിട്ടു. ഇത് വാടകയ്ക്ക് കൊടുക്കാണോ എനിക്കറിയില്ല. വാടകയ്ക്ക് കൊടുക്കാനേ തോന്നുന്നു.
ഈ ഗ്ലാസ് ബ്ലോക്കൊക്കെ ഈ ഏരിയയാണ്. ഇത് മാത്രം കോൺക്രീറ്റ് ഉള്ള ഭാഗം, ബാക്കിയുള്ളതൊക്കെ ഷീറ്റാണ്. മുകളിൽ ഷീറ്റും താഴെ ഫോൾ സീലിങ്ങാണ് ഇട്ട് കൊടുക്കണേ. ഇവിടെ മുകളിൽ എല്ലായിടത്തും ഷീറ്റാണ്. അതിന് ശേഷം വരുന്ന ആ കോൺക്രീറ്റിൻ്റെ ഭാഗം ഇവിടെ മാത്രം ശരിക്കും കോൺക്രീറ്റ് ഉള്ളു. ഇതിൻ്റെ അടിയിലെ ഫോൾ സീലിംഗ് ആണ്. ഈ ഷോറൂമിൻ്റെ അടിയിൽ, ഷോറൂമിൻ്റെ ഇപ്പോൾ കാണുന്ന ഈ ഭാഗം ഫോൾ സീലിംഗ് ആണ്. പിന്നെ നേരത്തെ ഒരു വെൻറ്റിലേഷൻ സെറ്റപ്പ് ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. പിന്നെ അത് ആൾക്കാർ അതിക്ക് വേസ്റ്റൊക്കെ ഇടുന്ന കാരണം കൊണ്ട്, പിന്നെ ഹീറ്റിൻ്റെ പ്രശ്നമായ കാരണം കൊണ്ട് ആ വെൻറ്റിലേഷൻ മാറ്റി ഇപ്പോൾ അത് അടച്ചു. അതാ ഇപ്പം ഉണ്ടായത്. നല്ല വ്യൂ ആണ്. മാർക്കറ്റിങ്ങിന് മെയിൻ കാര്യം ഇതൊക്കെ കൂടി കാണുമ്പോൾ എല്ലാവർക്കും ഉള്ളിലേക്ക് കയറി വരാൻ തോന്നും. എന്തുകൊണ്ടും പിന്നെ ഇവിടുന്ന് നമുക്ക് അതിൻ്റെ വ്യൂ ശരിക്കും കാണാൻ പറ്റും. ഷോറൂമിൻ്റെ വ്യൂ ഇതാണ് ശരിക്കും. അവിടുന്ന് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ചെറിയ തൊട്ട് 5,000 മിനിമം സ്റ്റാർട്ട് ചെയ്യുന്ന പെയിൻറ്റിങ്ങും ഉണ്ട്. 5,000 ആണ് മിനിമം തോന്നുന്നു, കറക്റ്റ് അറിയില്ല. 5,000 ആണ് മിനിമം. അതിന് തൊട്ട് അപ് ടു അതിന് പിന്നെ ബിഗ് റേഞ്ചസ് ഉണ്ട്. പിന്നെ ഓക്കെ, കാണാൻ പറ്റണ്ട സെക്കൻഡ്. ഓക്കെ, ഞാനില്ലല്ലോ അവിടെ. എനിക്ക് കാണാൻ പറ്റുന്നില്ല, എന്നാലും കാണാൻ പറ്റുന്നത് വിശ്വസിച്ച് ഞാൻ പറയാണ്. പറയപ്പറ്റ പന്തിരികുലം വരച്ച ആളാണ് ഇദ്ദേഹം. അനൂപ് റോയ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ ആവാം. ഇത് ഹിന്ദു പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാള മനോരമ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വയറില്ലാത്ത മാവേലി വരച്ചത് ഇദ്ദേഹമാണ്. ഗോൾഡൻ ബ്രഷ് ആർട്ട് ഗാലറിയാണ് ഈ ഗാലറിയുടെ പേര്. ഞാൻ ക്യാമറ ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഗോൾഡൻ ബ്രഷ് ആർട്ട് ഗാലറി, അമ്പലവട്ട. ഫോണ് 9847463643. ഇതാണ്. അവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. ഇതേതൊരു കുരിപ്പ്, ഇതിനെ കല്ലിറങ്ങിയതാണ്. അതേതോ കൂട്ട് ചെക്കനാ തോന്നുന്നു. ഇത് നശിപ്പിച്ചു. ബാക്കി പ്രശ്നമൊന്നുമില്ല. പിന്നെ അവിടെ സ്റ്റോറേജ് ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റിയർ വ്യൂ, ആ ഷോപ്പിൻ്റെ റിയർ വ്യൂ. ഇവിടെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം നടന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ചെറിയ ഷോർട്ട് ഫിലിം പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിൻ്റെ പേരെന്താണെന്ന് അറിയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്ക്, ആ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക്. പിന്നെ ഇവിടെ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പാണ്. ഇവിടെ തോട്ടം പോലെയാണ്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിൻവശത്ത്. വലുതാകുമ്പോൾ ഔട്ട്ഡോറായിട്ട് ക്ലാസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതാണ് അശോകമരം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതാണ് അശോകമരം. ഇതിപ്പോൾ പണിയിട്ട് ആകെ വയ്യാണ്ടിരിക്കുകയാണ്. നേരത്തെ പൂവൊക്കെ ഉണ്ടായിരുന്ന സാധനമായിരുന്നു അത്. പൂവുണ്ട്, മുകളിലുണ്ട് സാധനം. കൊമ്പൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു. കുറേ ശല്യമായപ്പോൾ വെട്ടി പിന്നെ മുകളിലേക്ക് മാത്രമാക്കി. ഇവിടെ ഈ തെങ്ങിന്നാണ് ഞങ്ങൾ എണ്ണയാട്ടണത്. ഇവിടെ നിന്നുള്ള തെങ്ങും ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള കുറച്ച് തെങ്ങുണ്ട്. അതിൽ നിന്നുള്ള തേങ്ങയിൽ നിന്നാണ് ഞങ്ങൾ എണ്ണയാട്ടിയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണേ. ഇവിടെ ബാത്റൂമാണ്. സ്റ്റുഡൻസിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ബാത്റൂമാണ്. ഇവിടെയാണ് എൻ്റെ ബാക്കിലെ ബാത്റൂം. ഇത് ബാത്റൂമിൻ്റെ യൂണിറ്റാണ്.